Hello everyone, welcome back to Salem Learning and heartily welcome to our English class. This is Mohammed Shaju. You can call me SJ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ടെൻസസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിനേഷൻ എന്നല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്താണെങ്കിലും ഗ്രാമർ ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് ടെൻസ് വേണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്ത് കഴിഞ്ഞു. പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു ചെറിയ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് കാണാത്തവർ ഇത് കഴിഞ്ഞതിന് ശേഷം പോയിട്ട് അത് കാണണം കേട്ടോ. ഇന്ന് നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നുള്ളത് പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ചാർട്ട് നമ്മളൊന്ന് പരിശോധിക്കാം. എന്തെല്ലാമാണ് ഈ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രസന്റ് ടെൻസിൽ പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ആദ്യം. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ പൊതുവായ സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹാബിറ്റിനെ കാണിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ഫോം നോക്കാം. നമുക്ക് സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് V2. നേരത്തെ V1 എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ V2 ആണ്. വെർബിൻ്റെ രണ്ടാമത്തെ രൂപം എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും കൺഫ്യൂസ്ഡ് ആവണ്ട. നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പാസ്റ്റ് ടെൻസ് ഇപ്പോൾ റൈറ്റ് ആണെങ്കിൽ റോട്ട് എന്ന് എഴുതാം, അതാണ് V2. ഓക്കെ, അപ്പോൾ V2 പ്ലസ് ഒബ്ജക്റ്റ്, അതൊന്നും കാര്യമില്ല. ഇവിടെ നോക്കാം എക്സാമ്പിൾ. I ate an apple. I ate an apple. 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. അപ്പോൾ എന്ത് പറയാനായിരിക്കും നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? പാസ്റ്റിൽ നടന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുക? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഐ വാസ് ആബ്സെൻറ്റ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ലീവായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഐ ഏറ്റ് ദ വെജിറ്റബിൾസ് അല്ലെങ്കിൽ അങ്ങനെ എന്താണോ നമ്മൾ കഴിഞ്ഞ കാര്യം പറയാൻ വേണ്ടിയിട്ട് V2-ൽ നമ്മൾ പറയുന്ന സെൻറ്റൻസുകളെ വിളിക്കുന്ന പേരാണ് എന്താ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന്. രണ്ടാമത് നോക്കാം, പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ് എന്തായിരിക്കും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തായിരുന്നു? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയും അല്ലേ. അപ്പോൾ എന്തായിരിക്കും പാസ്റ്റ് കണ്ടിന്യൂസ്? പാസ്റ്റിൽ ഒരു കാര്യം കുറച്ച് കാലം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന കാര്യത്തെ പറയാൻ വേണ്ടിയിട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ഫോം നോക്കുക, സബ്ജക്റ്റ് ഉണ്ടാവും, വാസ് ഓർ വേർ പ്ലസ് വെർബിൻ്റെ ING ഫോം. ഓക്കെ, പ്ലസ് ഒബ്ജക്റ്റ്. അതൊന്നും മനസ്സിലാവാത്തവർ ഇങ്ങനെ മനസ്സിലാക്കിക്കോ. ഐ വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ അല്ലേ. അവിടെ വാസ് വന്നു, ഐ ആയതുകൊണ്ട് വാസ് വന്നു. ദേ ആണെങ്കിൽ നമ്മൾ വേറെ എഴുതും അല്ലേ. അപ്പോൾ ഐ ആയതുകൊണ്ട് നമ്മൾ വാസ് എഴുതി. ഐ വാസ്, ഞാൻ പാസ്റ്റ് ടെൻസിൽ ഈറ്റിംഗ്, കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഞാൻ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ മെനിയാന്ന് ഞാൻ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയെ കാണിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ്, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാനിടയുള്ള ഒരു ചോദ്യമാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. രണ്ടാമത്തതാണ് ഞാൻ പറഞ്ഞത് ഏത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അതുപോലെ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താ? ജസ്റ്റ് നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ച് നോക്കുക. പെർഫെക്റ്റ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ട 3 വാക്കുകൾ ഹാസ്, ഹാവ്, ഹാഡ്. പെർഫെക്റ്റ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഹാസ്, ഹാവ്, ഹാഡ്. ഇവരാണ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്രസന്റ് പെർഫെക്റ്റ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹാസും ഹാവും ആണ് പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ്? ഒരാളല്ലോ ബാക്കിയുള്ളൂ, ഹാഡ്. സെൻറ്റൻസിൽ ഹാഡ് വരും. എങ്ങനെ? സബ്ജക്റ്റിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാസ്, ഹാവ്, ഹാഡിൻ്റെ കൂടെ നമ്മൾ വെർബിൻ്റെ മൂന്നാമത്തെ രൂപം നിർബന്ധമായിട്ട് ഉപയോഗിക്കണമെന്ന്. V3 പ്ലസ് ഒബ്ജക്റ്റ്. മൂന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ റൈറ്റ്, റോട്ട്, റിട്ടൺ ആണ് മൂന്നാമത്തെ രൂപം അല്ലേ. ഗോ, വെൻറ്റ്, ഗോൺ ആണ് മൂന്നാമത്തെ രൂപം. പ്ലേ, പ്ലേഡ്, പ്ലേഡ് തന്നെയാണ് മൂന്നാമത്തെ രൂപം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് അതിൻ്റെ എക്സാമ്പിൾ? ഐ ഹാഡ് ഈറ്റൺ ആൻ ആപ്പിൾ. ഐ ഹാഡ് ഈറ്റൺ V3 അല്ലേ. ഹാഡ് അവിടെ ചേർത്തിട്ടുണ്ട്, ആൻ ആപ്പിൾ. ഇവിടെ ശ്രദ്ധിക്കുക, എപ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാന്ന് വെച്ചാൽ പാസ്റ്റിൽ മുൻപേ 2 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പാസ്റ്റിൽ 2 കാര്യങ്ങൾ മുൻപേ നടന്നിട്ടുണ്ട്. അതിലൊന്ന്, ആ 2 കാര്യം നടന്നതിൽ ഏതോ ഒന്ന് മറ്റേതിൻ്റെ മുൻപേ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. കത്തിയില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഇന്നലെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ, വെൻ ഐ റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ. അപ്പോൾ ഇന്നലെ നടന്ന കാര്യമല്ലേ. ബസ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എത്തുന്നതിന് മുമ്പേ ബസ് പോയിട്ടുണ്ടായിരുന്നു. അതും നേരത്തെ കഴിഞ്ഞ കാര്യമല്ലേ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പറയുക? ദ ബസ് ഹാഡ് ഗോൺ. ദ ബസ് ഹാഡ് ഗോൺ. എന്താ ഇവിടെ പറഞ്ഞത്? 2 ആക്ഷൻസ് മുൻപേ നടന്നു കഴിഞ്ഞു. അതിലേതോ ഒരു ആക്ഷൻ ഒന്നിൻ്റെ മുമ്പേ ആണ് നടന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുക. വേറെ എക്സാമ്പിൾ നോക്കുക. ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ്. പേഷ്യൻ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു.
വെൻ ദ ഡോക്ടർ അറൈവ്ഡ്, ഡോക്ടർ എത്തുമ്പോഴേക്കും പേഷ്യൻ്റ് മരിച്ചിട്ടായിരുന്നു. ഡോക്ടർ എത്തിയതും പാസ്റ്റിൽ നടന്നതാണ്, രോഗി മരിച്ചതും പാസ്റ്റിൽ നടന്നതാണ് അല്ലേ. അപ്പം നമ്മൾ ഇതിൽ ഏതാണ് ആദ്യം നടന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഹാഡ് ആരുടെ മുമ്പിലാണോ ഉള്ളത് അതായിരിക്കും ആദ്യം നടന്നത്. അപ്പോൾ ഒരാൾ പറയാണ് ദ പേഷ്യൻ്റ് ഡൈഡ് വെൻ ദ ഡോക്ടർ ഹാഡ് അറൈവ്ഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മാറിപ്പോയി അല്ലേ. ഡോക്ടറാണ് ആദ്യം വന്നത് അല്ല, എന്നിട്ട് പേഷ്യൻ്റ് എന്ത് ചെയ്തു, മരിച്ചുപോയി എന്ന അർത്ഥത്തിലേക്ക് വരും. അപ്പോൾ അവിടെ മിസ്റ്റേക്കാണ്. അപ്പോൾ സെൻറ്റൻസിൻ്റെ മീനിങ് തന്നെ എന്ത് ചെയ്തു, മാറിപ്പോയി. സോ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നിട്ടുണ്ട്. അതിൽ ഒരു ആക്ഷൻ മറ്റേ ആക്ഷൻ്റെ മുമ്പേ ആണ് നടന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ആണിത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഹാഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് പറയുക. നെക്സ്റ്റ് ടെൻസ് നോക്കുക, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോം ഇതാണ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ ഉപയോഗിക്കും നമ്മൾ. ഹാഡ്, ഹാസ്, ഹാവിൻ്റെ കൂടെ നമ്മൾ ബീൻ ഉപയോഗിക്കും ING വരുമ്പോൾ കണ്ടിന്യൂസ് ടെൻസ് ഫോമിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വേർബിൻ്റെ ING പ്ലസ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ നോക്കിക്കോ, ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഹാഡ് വന്നു, ബീൻ വന്നു, ING വന്നു. ഓക്കെ, ഇവിടെ എന്താ ശ്രദ്ധിച്ച്, ഹാഡ് വന്നു, ING വരണം. അപ്പോൾ INGൻ്റെ മുമ്പിൽ ആരെ ചേർക്കണം? ബീൻ ചേർക്കണം. ഈ ബീനാണ്, ബീങ് അല്ല, ബീൻ ആൻ ആപ്പിൾ എന്ന് വെച്ചാൽ ഇത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കാന്ന് വെച്ചാൽ, പാസ്റ്റിൽ ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് സിൻസ് LKG മുതൽ ഞാൻ ഇന്നും ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? എന്നാൽ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പാസ്റ്റിൽ തന്നെയാണ് ഇവിടെയും ആക്ഷൻ തുടങ്ങിയത്. LKG തന്നെയാണ് ഈ ആക്ഷൻ തുടങ്ങിയത്. ഓക്കെ, അത് കുറേ കാലം കണ്ടിന്യൂ ചെയ്തു പോയി. പക്ഷേ പാസ്റ്റിൽ തന്നെ എവിടെയോ ഒന്ന് അവിടെ നിൽക്കുകയും ചെയ്തു. ഈ ഒരു കാര്യം പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ആലോചിച്ചൊക്കെ, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പാസ്റ്റിൽ തുടങ്ങിയൊരു കാര്യം, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരുന്നു ഉപയോഗിച്ചത്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാസ്റ്റിൽ ഒരു കാര്യം തുടങ്ങി, ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ അത് കുറച്ച് കാലം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു, എന്നിട്ട് അത് അവിടെ തന്നെ എന്ത് ചെയ്തു, നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് എന്ത് പറയാൻ, നമുക്ക് അത് ഏത് ടെൻസിലാണ് പറയുക? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുക. ക്ലിയർ ആയില്ലേ? നമുക്കൊന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഏതെല്ലാം ടെൻസ് ആണെന്ന് പെട്ടെന്ന് നോക്കിക്കേ. ദ ട്രെയിൻ ഡിപ്പാർട്ടഡ് അറ്റ് 9 AM. ട്രെയിൻ പോയി എപ്പോൾ? 9 AM. ഏത് ടെൻസ് ആയിരിക്കും അത്? സിമ്പിളാണ്, ആർക്കും പറയാം. ഏത് ടെൻസാണ്? ഏതാടോ? ഡിപ്പാർട്ടഡ് എന്ന് പറയുന്ന വേർഡ് കണ്ടാലേ നമുക്കറിയാം അത് V2 ആണ് അല്ലേ. ട്രെയിൻ പോയി 9 മണിക്ക് എന്ന് മാത്രം പറയുന്നുള്ളൂ. സോ നമുക്ക് ഉറപ്പിക്കാം അതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നെക്സ്റ്റ്, മേരി വാസ് റീഡിങ് എ ബുക്ക്. വാസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ റീഡിംഗ് എന്ന് പറയുന്ന വേർബിൻ്റെ INGയും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നലെ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. സോ അതെന്തായിരിക്കും? അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത്ര മതി കേട്ടോ. നിങ്ങളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി ഏത് ടെൻസാണെന്നുള്ളത്. ബാക്കി നമ്മളിങ്ങനെ പിന്നീട് പഠിക്കും. പിന്നെ റിപ്പോർട്ട് സ്പീച്ച് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാസീവ് വോയിസ് പഠിക്കുന്ന സമയത്ത് ഒക്കെ നമുക്കിത് മനസ്സിലാക്കി വരാം. ഓക്കെ, അല്ലാതെ വേറെ ഒന്നും ഇപ്പോൾ ആലോചിക്കുക വേണ്ട. ഇനി അടുത്ത് നോക്കുക, ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ഹോം വർക്ക് ബിഫോർ ഹിസ് പാരൻസ് അറൈവ്ഡ് ഹോം. ഇവിടെ ഒരു ക്ലൂ എന്ന് പറയുന്നത് ഹാഡ് ആണ്. ഹാഡ് ഫിനിഷ്ഡ് അല്ലെ, വെർബിന്റെ മുൻപിൽ ആര് വന്നിട്ടുണ്ട്? ഹാഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അത് ഏത് ടെൻസാണ്? ഫിനിഷ്ഡ് V3 ആണ്. അപ്പോൾ ഏത് ടെൻസ് ആയിരിക്കും? രണ്ട് ആക്ഷൻസ് ഇവിടെ നടക്കുന്നത്. ഏതൊക്കെയാ? അവൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തതും അവൻ്റെ രക്ഷിതാക്കൾ വീട്ടിലേക്ക് വന്നതും. ഏതാണ് ഇവിടെ ആദ്യം നടന്നത്? രക്ഷിതാക്കൾ വീട്ടിൽ വന്നതാണോ അല്ലെങ്കിൽ അവൻ്റെ ഹോംവർക്ക് കഴിഞ്ഞതാണോ? ഹോംവർക്ക് കഴിഞ്ഞതാണ്. എങ്ങനെ മനസ്സിലായി? അത് ഹാഡ് ആണ് അതിൻ്റെ മുമ്പിൽ ചേർത്തിട്ടുള്ളത് അല്ലേ. ഹോംവർക്ക് ഫിനിഷ് ചെയ്തു എന്ന് പറയുന്നതിന് മുമ്പിൽ ഹാഡ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നടന്നതിന് മുമ്പിൽ ഹാഡ് ചേർത്തുകൊണ്ട് നമുക്ക് പറയാം അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് പറയാം അല്ലേ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് പറയാം. നെക്സ്റ്റ്, ദ ബേബി ഹാഡ് ബീൻ ക്രൈയിങ് ഓൾ നൈറ്റ്. രാത്രി മുഴുവനും കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കരയുണ്ടോ? ഇല്ല. എങ്ങനെ മനസ്സിലായി? ഹാഡ് ബീൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് പറയാം എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്
കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹാഡ് ബീൻ പ്ലസ് വെർബിന്റെ ing ഉണ്ട്. നെക്സ്റ്റ്, they had written the report before the deadline. ഡെഡ്ലൈനും കഴിഞ്ഞു, ഡെഡ്ലൈൻ്റെ മുൻപേ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വെർബിൻ്റെ മുമ്പിൽ ഹാഡ് വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഇത് പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റിൽ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് പറയാം. നെക്സ്റ്റ്, ഷീ ഗ്രാജുവേറ്റഡ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന സെൻറ്റൻസിൽ വളരെ സിമ്പിളായിട്ട് ഒരു പാസ്റ്റിൽ നടന്നൊരു കാര്യം അവർ പറഞ്ഞിരിക്കുക അല്ലേ, ലാസ്റ്റ് ഇയർ നടന്നൊരു കാര്യം അവർ സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് പറയാം അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് പറയാം, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു രീതിയിലാണ് പറഞ്ഞു വെച്ചത്. ഇതിനൊക്കെ പിന്നെ ഒരുപാട് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളതൊന്നും പറഞ്ഞാൽ തീരൂല. സോ എന്ത് ചെയ്യേണ്ട, അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഇപ്പോൾ തൽക്കാലം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കി വെക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ, എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് എക്സാമിന് എങ്ങനെ വരാൻ നോക്കണ്ടേ, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. വെൻ ഐ വെന്റ് ടു ദ ബസ് സ്റ്റോപ്പ് ദ ബസ് ഡാഷ് ഗോൺ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെൻ ഐ വെന്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഡാഷ്. അപ്പോൾ എന്തായിരിക്കും അവിടെ ആൻസർ വരിക? ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ. വെൻ ഐ വെന്റ് ടു ദ ബസ് സ്റ്റോപ്പ്, വെന്റ് ടു ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് V2 ആണ്, അത് ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണ്. ഇനി എന്താ, ബസ് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുമ്പോഴേക്കും ബസ് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ദ ബസ് ഹാഡ് ഗോൺ എന്ന് പറയണം അല്ലേ. അപ്പോൾ ഇതാണ് ആദ്യം നടന്ന കാര്യം എന്ന് നമുക്ക് മനസ്സിലായി. രണ്ട് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്, ആ രണ്ട് ഭാഗത്തിൽ ഏതോ ഒന്നിന് മുമ്പെയാണ് നടന്നത്. സോ അത് ഏത് ടെൻസ് ആണ്? യെസ്, അത് ഏത് ടെൻസ് ആണ്? ഹാഡ് കണ്ടാൽ നമുക്കറിയാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, ചെയ്യാൻ പറ്റും. പേര് നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഐ ഡാഷ് എ മൂവി യെസ്റ്റർഡേ. ഐ സീ എ മൂവി എന്നാണോ, ഐ സോ എ മൂവി എന്നാണോ, ഐ സീൻ എ മൂവി എന്നാണോ, ഐ വാസ് എ മൂവി യെസ്റ്റർഡേ എന്നാണോ ആൻസർ വരിക. ഓക്കെ, യെസ്റ്റർഡേ ആണ് നമ്മുടെ ക്ലൂ എന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. നമ്മൾ പ്രസൻറ്റ് ടെൻസ് കഴിഞ്ഞു, പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു. പ്രസൻറ്റ് ടെൻസ് കാണാത്തവർ പെട്ടെന്ന് തന്നെ താഴെ പോയിട്ട് ആ വീഡിയോ കാണുക, മനസ്സിലാക്കി വെക്കുക, സെറ്റാക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.